ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചില്ലേ, ഇപ്പൊ ലാലേട്ടനായിട്ട് ഞാൻ ഒരു ഫിലിം പോലും ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളി അത് മാത്രം മിസ്സായിപ്പോയി. പോട്ടെ, ഈ പറഞ്ഞ പോലെ മമ്മൂക്കായിട്ട് വർക്ക് ചെയ്തു, സുരേഷ് ചേട്ടൻ്റെ അടുത്ത്, മുകേഷ് ഏട്ടൻ, ജയറാമേട്ടൻ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ ലാലേട്ടനെ കുറിച്ച് അറിയാൻ ഇവൻ ഞാനെന്നല്ല എല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് ടൈം ലാലേട്ടനെ കണ്ടതും ആ ഒരു അന്ന് ലാലേട്ടൻ ഹീറോ ആയിട്ട് വന്നോ, കുറേ പടങ്ങൾ ചെയ്തു തുടങ്ങിയോ, എങ്ങനെയായിരുന്നു? ലാലേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് താവളം പീർമേഡിൽ വെച്ചിട്ട് ഷൂട്ടിങ് ആയിരുന്നു. അത് പക്ഷെ എൻ്റെ കൂടെ കോമ്പിനേഷൻ ഒന്നുമില്ല. അത് തീർന്ന് എന്തോ പിച്ചാത്തിയൊക്കെ വെച്ച് എന്തോ കാണിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി പോയി, ഞാൻ അത്രേ ഉള്ളൂ. പിന്നെ ഒരു പടം ഒരു മൊട്ട് വിരിഞ്ഞപ്പോൾ എന്നുള്ള GP ബാലൻ സാർ പ്രൊഡ്യൂസറാണ്. ആ പടം വെളിയിൽ വന്നോ വന്നില്ലയോ എന്നുള്ളത് എനിക്കും അറിഞ്ഞുകൂടാ, ലാലേട്ടനും അറിഞ്ഞുകൂടാ. സുദർശൻ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു അതിന്റെ ഹീറോ, പക്ഷെ ഇപ്പൊ ഹീസ് നോ മോർ. അപ്പൊ അതില് അഭിനയിച്ചു. അത് 1982 ജനുവരിയിലായിരുന്നു ഷൂട്ടിങ്. അപ്പോ അതില് എന്നെ റേപ്പ് ചെയ്യാൻ വരുന്ന അതാണ്. ഞാൻ എന്നെ ഓടി 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 വിരട്ടി 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 അതാണ് ഞങ്ങള് ചേർന്ന് ആദ്യം അഭിനയിച്ചത്. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞൂല് ലാലേട്ടൻ ശങ്കരേട്ടൻ്റെ ഫ്രണ്ടായിട്ട് വന്നു. പിന്നെ എങ്ങനെ നീ മറക്കുമ്പോഴാണ് ട്രയാങ്കിൾസ് ലവ് സ്റ്റോറിയിൽ ഞങ്ങൾ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, പിന്നെ അയൽവാസി ദാരിദ്ര്യവാസിയിൽ ഒരു ഗസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പടങ്ങൾ. ലാലേട്ടൻ ഭയങ്കര എന്താ പറയുക, കുഞ്ഞു പിള്ളേരെ പോലെ നോട്ടിയാണ്. ഇപ്പം പൊതുവേ പറയുമല്ലോ ലാലേട്ടൻ ഭയങ്കര എന്താ പറയുക, വേ ഓഫ് പെർഫോമൻസ് ഒക്കെ ഭയങ്കര ചൈൽഡിഷ് ആണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് ലാലേട്ടൻ ശരിക്കും രാജാവിൻ്റെ മകൻ സമയത്തേക്കൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞു. ഞാൻ ഒപ്പത്തിനൊപ്പം ഒക്കെയാണ് ലാലേട്ടൻ്റെ കൂടെ മെയിൻ ഹീറോയിനായിട്ട്. പിന്നെ അപ്പുണ്ണി അതിലൊക്കെ ഉണ്ട്. പിന്നെ അപ്പുണ്ണി സമയത്തൊക്കെ അയ്യോ അതൊക്കെ ലാലേട്ടന് ഒരു പ്രത്യേക കഴിവാണ്. റെഡി ആക്ഷൻ എന്ന് പറയുന്നത് വരെ ചുമ്മാ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തൊക്കെയോ പറയും, ബാക്കിയുള്ളവർ ചിരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ വേറെ ഒരു ക്യാരക്ടറാണ്, വേറൊരു ലോകത്തിലേക്ക് ക്യാരക്ടറായിട്ട് മാറും. അത് പിന്നെ ലാലേട്ടൻ്റെ എന്ന് വെച്ചാൽ യൂണിറ്റില് എല്ലാവരുടെ അടുത്തും ശരിക്കും ലാലേട്ടൻ ഒരു കസേരയിലിരുന്ന് കണ്ടിട്ടേ ഇല്ല. കട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എവിടെങ്കിലും വല്ല റിഫ്ലക്ടർ ഇരിക്കുന്ന, പണ്ടൊക്കെ റിഫ്ലക്ടർ ഉണ്ടാവില്ല, അതിലിങ്ങനെ ചരിഞ്ഞ് ആ പയ്യന്റെ പുറത്ത് തോളത്ത് കൈയിട്ടുണ്ട്. ഫ്രണ്ട്ലിയാണ്. ചേച്ചി ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ വേണ്ട, ഇതാദ്യം ചേച്ചിക്ക് പകുതിയെ മുറിക്കോളൂ. കണ്ടാ ഇതൊരു മര്യാദ പോലും സമ്മതിക്കുവല്ല. എന്തായാലും ചേച്ചി കഴിച്ചു നോക്ക്. ഒരു ഗ്ലൂട്ടൺ ഇല്ല, മസാലാസ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് കുറച്ച് എൻ്റെ ഇതിന് കുറച്ച് എരി കൂടുതലാണ് ചേച്ചി. ഇതിനകത്ത് ഞാൻ ഒന്നും ഇട്ടില്ല, ഒരു ഇച്ചിരി 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെ, പച്ചമുളക് ഒരു ഇച്ചിരി. ആ പച്ചമുളക് ഭയങ്കര എരിവുള്ള പച്ചമുളക്, ഇച്ചിരി പേരിന്, നത്തിങ് മോർ ദാൻ ദാറ്റ്. പിന്നെ എന്തോ ഇലയാണ് ഇട്ടിരിക്കുന്നത്? മറ്റേ സ്പിനാച്ച്, കോണ്, പിന്നെ നമ്മുടെ കടലമാവ്, പൊട്ടറ്റോ ഇട്ടിട്ടുണ്ടോ? പൊട്ടറ്റോ ബൈൻഡ് ആവണ്ടേ. പിന്നെ ഉള്ളത് തക്കാളി. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ചെയ്തത്? പിടിച്ചു സ്ക്യൂവറിൽ, എന്നിട്ട് പാനിൽ വെച്ച് ഗ്രിൽ ചെയ്തു. ഇറ്റ്സ് ഗുഡ് അല്ലേ? അപ്പൊ ഇനി എല്ലാം ട്രൈ ചെയ്തോളൂ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. Let's cook with love.